ഈ ഒറ്റ മൗലി കൊണ്ട് ആരുടെ സ്നേഹവും നിനക്ക് നേടിയെടുക്കാൻ കഴിയും. ഈ അമൽ ചെയ്തുകൊണ്ട് കുറേ വർഷമായി പിണങ്ങി നിന്നവർ അടുത്ത അത്ഭുതകരമായിട്ടുള്ളൊരു സംഭവം. ഇത് വെറും ഒരു സിമ്പിൾ ആയിട്ടുള്ള അമലാണ്, ആർക്കും വീട്ടിൽ നിന്ന് ചെയ്യാൻ പറ്റിയതാണ്. ഈ അമൽ നിനക്ക് വലിയ റിസൾട്ട് തരും. ഏത് സാധാരണക്കാർക്കും ചെയ്ത് സ്നേഹം പിടിച്ചെടുക്കാൻ കഴിയും. ആരും അതിരറ്റ് സ്നേഹിക്കും, അമിതമായി സ്നേഹിക്കും. ഈ അമൽ ഒന്ന് ചെയ്ത് നോക്ക്. അല്ലാഹു തആല. അസ്സലാമു അലൈക്കും. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്ഹബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സ്നേഹനിധികളായ എൻ്റെ മുഅ്മിനീങ്ങളെ, ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ധാരാളം സഹോദരിമാരും അതുപോലെ തന്നെ സഹോദരന്മാരും സങ്കടം പറഞ്ഞ് എന്നെ സമീപിക്കുന്ന ഒരു വിഷയമാണ്. തങ്ങളെ ഭർത്താവ് എന്നെ സ്നേഹിക്കുന്നില്ല. ഭാര്യ പറയും ഭർത്താവ് എന്നെ സ്നേഹിക്കുന്നില്ല. ഭർത്താവ് പറയും ഭാര്യ എന്നെ സ്നേഹിക്കുന്നില്ല. ഭർത്താവിനെന്തോ ഒരു പരസ്ത്രീ ബന്ധങ്ങളുണ്ട്. ഭർത്താവിന് ലഹരി ഉപയോഗമുണ്ട്. അതുകൊണ്ട് എന്നോടൊരു സ്നേഹമില്ല. നല്ല സ്നേഹം ഉണ്ടായിരുന്നു തങ്ങളെ. ഇപ്പൊ എന്തൊക്കെയോ കാരണങ്ങളാൽ ഞങ്ങളുടെ സ്നേഹം മുറിഞ്ഞു പോയിട്ടുണ്ട്. അത് കാരണത്താൽ കുടുംബജീവിതത്തിൽ ഒരു സന്തോഷമില്ല, ഒരു മനസ്സമാധാനമില്ല. എപ്പോഴും ഞങ്ങൾ കലഹങ്ങളാണ്, പ്രയാസങ്ങളാണ്. ഇതിൽ നിന്നൊക്കെ വലിയൊരു മുക്തത ഉണ്ടാവാൻ ഞാൻ ഏത് അമലാണ് ചെയ്യേണ്ടത്? ഞാൻ എന്താണ് ചെയ്യേണ്ടത്? എല്ലാ കാര്യവും ചെയ്തു മടുത്തു. ഇനി എന്താണ് ഞാൻ ചെയ്യേണ്ടത് എന്ന് ചോദിച്ച് സങ്കടം പറയുന്നവരുണ്ട്. ഓരോരോ അമല് പറയുമ്പോൾ ഞങ്ങൾക്കത് ചെയ്യാൻ കഴിയാറില്ല. എന്തെങ്കിലും നിസ്സാരമായിട്ടുണ്ടോ? ഭക്ഷണത്തിലോ മറ്റുള്ള എന്തെങ്കിലും കൊടുക്കാൻ, ഉള്ളിലേക്ക് കൊടുക്കാൻ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുന്നവരുണ്ട്. ഇത് ഭർത്താവിന് ഭാര്യയ്ക്കും ചെയ്യാം, ഭാര്യ ഭർത്താവിനും ചെയ്യാം, അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യാം, മക്കൾക്കും ചെയ്യാം. ആരുടെ സ്നേഹം നിങ്ങൾക്ക് ഈ അമല് കൊണ്ട് നേടിയെടുക്കാൻ കഴിയും? ചില ആളുകൾ പറയാറുണ്ട്, ഞങ്ങൾ പറയുന്നതൊക്കെ ഭർത്താവ് ഇവിടെ ഇല്ലാത്ത ഞങ്ങൾ ഭാര്യമാരെന്ത് ചെയ്യും? ഞങ്ങളടുത്ത് ഭർത്താവില്ല, ഭർത്താവ് വിദേശത്താണ്, അല്ലെങ്കിൽ പിണങ്ങി നിൽക്കുകയാണ്, സ്പ്ലിറ്റായിട്ടുണ്ട്, പിണങ്ങിയിട്ടുണ്ട്, വേർതിരിഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത് എന്ന് ചോദിക്കുന്നവർ, അവർക്കും ഇൻഷാ അല്ലാഹ് ഒരു അമൽ നമ്മൾ പറയുന്നുണ്ട്. അവർക്കും പറയുന്നുണ്ട്, ഭർത്താവ് അടുത്തുള്ളവർക്കും പറയുന്നുണ്ട്. ഈ അമലുകൾ ചെയ്താൽ നിങ്ങൾക്ക് റിസൾട്ട് ഉറപ്പാണ്. എങ്ങനെയാണ് ചെയ്യേണ്ടത്, ഏത് രീതിയിലാണ് ചെയ്യണത് നമുക്ക് പറയാം. കൂടുതലൊന്നും പറഞ്ഞ് നിങ്ങളെ വിലപ്പെട്ട സമയത്ത് ഞാൻ കവർന്നെടുക്കുന്നില്ല. നമുക്ക് ഉടൻ അമലിലേക്ക് കടക്കാം. ഈ അമല് പറയുന്നതിന് മുമ്പ് നമ്മളെപ്പോഴും മജ്‌ലിസിൽ സൂചിപ്പിക്കുന്നത് പോലെ ഇനി നേരിട്ട് കാണാനുള്ള അവസരം ധാരാളം ആളുകൾ പല ഭാഗങ്ങളിൽ നിന്നായിട്ട് ബന്ധപ്പെടുന്നവരുണ്ട്. തങ്ങൾ പറയുന്ന ഇത്തരം അവസ്ഥകൾ, ഇത്തരം സിറ്റുവേഷനിലാണ് ഞങ്ങളുടെ ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത്തരം വിഷയങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിലുണ്ട്. വലിയ പ്രതിസന്ധിയിലും വലിയ പ്രയാസത്തിലാണ്. സിഹർ സംബന്ധമായി പൈശാചികമായിട്ടുള്ള ഉപദ്രവങ്ങൾ മൂലം ജീവിതം തകർന്നുപോയി. സാമ്പത്തിക ഭദ്രത ഇല്ലാതെയായിപ്പോയി. കടങ്ങൾ കൂടി വന്നു. ഞങ്ങളെ ബിസിനസ് കച്ചവടം നഷ്ടപ്പെട്ടു പോയി. ഭാര്യ പിണങ്ങി, സിഹർ വന്നുകൊണ്ട് ഭാര്യയും ഞാനും പിണക്കത്തിലാണ്. അങ്ങനെ എണ്ണിയാൽ പറയാത്ത പ്രയാസങ്ങളുമായിട്ട് നേരിട്ട് സമീപിക്കുന്നവരുണ്ട്. നേരിട്ട് സമീപിക്കാൻ വേണ്ടി ബുക്കിംഗ് ആവശ്യത്തിന് വിളിക്കുന്നവരുണ്ട്. ഇനി നേരിട്ട് കാണാനുള്ള അവസരം ശനിയാഴ്ചയാണ്. ശനിയും തിങ്കളുമാണ് വീട്ടിൽ നോട്ടമുള്ളത്. വിളിച്ച് ബുക്ക് ചെയ്ത് വഴി ചോദിച്ചറിഞ്ഞു വരും. നമ്മുടെ സകല പ്രയാസങ്ങളും എല്ലാ ഇടങ്ങേറുകളും അല്ലാഹുവിനെ തീർത്ത് നൽകണം അല്ലാഹ്. ജീവിതത്തിൽ വലിയ വിജയം ഞങ്ങൾക്ക് നീ നൽകണം അല്ലാഹ്. മനസ്സമാധാനം നൽകണം അല്ലാഹ്. ഐക്യം നൽകണം അല്ലാഹ്. ഞങ്ങളെ ഭാര്യമാർക്ക് നല്ല സ്നേഹം നൽകണം അല്ലാഹ്. ഞങ്ങളെ ഭർത്താക്കന്മാർക്ക് നല്ല സ്നേഹം നൽകണം അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങൾ ചെയ്യുന്ന അമലുകളെ നീ സ്വീകരിക്കണം റബ്ബേ. ഇൻഷാ അല്ലാഹ് ഇത് വേണ്ടത്, ഇനി നമുക്ക് വേണ്ടത് ഇത് മഹാനായ ഹസ്സൻ ബസ്രി റളിയല്ലാഹു തആല അൻഹു പറഞ്ഞ ഒറ്റമൂലിയാണ്. മഹാനവറുകളുടെ അടുത്തേക്ക് ഒരു സഹോദരൻ കടന്നു വന്നു. എന്നിട്ട് പറയുകയാണ്, എൻ്റെ ഭാര്യ എന്നോട് സ്നേഹമില്ല, ഞങ്ങൾ വേർതിരിഞ്ഞു നിൽക്കുകയാണ്, ഞാൻ എന്താണ് ചെയ്യേണ്ടത്? അവിടുന്ന് പറഞ്ഞു കൊടുത്തൊരു അമലാണ് ഈ ഒരു അമൽ. മഹാന്മാര് പഠിപ്പിച്ചു തന്നതാണ്. അതുകൊണ്ട് ചെയ്താൽ ഉത്തരം ഉറപ്പാണ്. നിങ്ങൾ ഇതിന് ചെയ്യേണ്ടത് 2 കോഴിമുട്ട എടുക്കുക. കോഴിമുട്ട, പുഴുങ്ങിയ 2 കോഴിമുട്ട. അത് നാടൻ വേണോ? നാടനാവുമ്പോൾ കുറച്ച് എന്ത് ചെയ്യും, പ്രോട്ടീൻ ഉണ്ടാവും. അതെന്ത് ചെയ്യും,
പവറായിരിക്കും. ഏത് മുട്ടയും നിങ്ങൾക്ക് എടുക്കുക, നാടൻ കിട്ടിയില്ലെങ്കിൽ സാധാ മുട്ട എടുത്തിട്ട് അത് എന്ത് ചെയ്യാം, ഒന്ന് പുഴുങ്ങിയിട്ട് 2 മുട്ട പുഴുങ്ങിയിട്ട് അത് കഷ്ണം മുറിക്കുക, 2ആയി മുറിക്കുക, രണ്ടും 2ആയി മുറിക്കുക. ഒന്നിലേക്ക് പരിശുദ്ധമാക്കപ്പെട്ട ഖുർആനിലെ 51-ാമത്തെ അധ്യായം. ഏതാണ് അധ്യായം? സൂറത്തു ദാരിയാത്ത്. സൂറത്തു ദാരിയാത്തിലെ 47-ാമത്തെ ആയത്ത്. വസ്സമാഅ ബനൈനാഹാ ബിഐദിൻ വഇന്നാ ലമൂസിഊൻ. ഈ ഒരു ആയത്ത് 7 പ്രാവശ്യം ഈ മുട്ടയിൽ മന്ത്രിക്കുക. 2 മുട്ടയിലും മന്ത്രിക്കുക. മന്ത്രിച്ചതിന് ശേഷം അവിടെ മാറ്റിവെക്കാം. പിന്നെ രണ്ടാമത്തത് 48-ാമത്തെ ആയത്ത്. ആ 2 മുട്ടയിലും 48-ാമത്തെ ആയത്തും. സൂറത്ത് ദാരിയാത്തിലെ 47-ാമത്തെ ആയത്തും 48-ാമത്തെ ആയത്ത്. ഏതാണ് 48-ാമത്തെ ആയത്ത്? വൽഅർള ഫർശനാഹാ ഫനിഅമൽ മാഹിദൂൻ. ഈ ആയത്ത് 7 പ്രാവശ്യം 2 മുട്ടയിലും മന്ത്രിക്കുക. 2 മുട്ട പുഴുങ്ങിയത് അത് മുറിച്ച് നടുമുറിച്ചതിൽ 2ലും മന്ത്രിച്ചിട്ട് ഭർത്താവും ഭാര്യയും ഇത് ഭക്ഷിക്കുക. ആർക്കാണോ നിങ്ങളുടെ സ്നേഹം വേണ്ടത്, മക്കൾക്കാണെങ്കിൽ മക്കളും നിങ്ങളും ഭക്ഷിക്കുക. ഇത് കഴിച്ചു കഴിഞ്ഞാൽ അവർക്ക് നിങ്ങളോട് നല്ല സ്നേഹവും നല്ല പെരുമാറ്റവും ഉണ്ടാകുമെന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ പഠിപ്പിച്ചു തന്ന ഒരു അത്ഭുതകരമായിട്ടുള്ള അമലാണ്. ഇത് മുജറബാണ്. അനുഭവസ്ഥര് ധാരാളം ആളുകളുണ്ട്, ചെയ്തിട്ട് അനുഭവമുള്ളവർ. ധാരാളം വർഷമായിട്ട് പിണങ്ങി നിന്നവർ ഈ അമല് ചെയ്തുകൊണ്ട് വലിയ റാഹത്തായവർ, സ്നേഹം ലഭിച്ചവരുണ്ട്. അതുകൊണ്ട് ആത്മാർത്ഥമായി ഇഖ്ലാസോടുകൂടി ഈ അമല് ചെയ്താൽ നിങ്ങൾക്കും ആരുടെ സ്നേഹമാണോ വേണ്ടത്, ഹലാലായ രൂപത്തിൽ അവരുടെ സ്നേഹം നിങ്ങൾക്ക് കിട്ടും. നമ്മൾ ധാരാളം അമല് പറഞ്ഞിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ഈ അമലും കൂടി നിങ്ങൾ ചെയ്യും. അള്ളാഹു സ്വീകരിക്കട്ടെ, അള്ളാഹു കബൂലാക്കട്ടെ. പിന്നീട് സംശയങ്ങളുണ്ട്. തങ്ങളെ ഭർത്താവ് ഇത് കൊടുക്കാൻ നാട്ടിലില്ലല്ലോ, എൻ്റെ അടുത്തില്ലല്ലോ, ഭർത്താവ് ഞാനും സ്പ്ലിറ്റാണ്, അതായത് വേർതിരിഞ്ഞിരിക്കുകയാണ്, അല്ലെങ്കിൽ ഭർത്താവ് വിദേശത്താണ്, കൊടുക്കാനുള്ള സാഹചര്യമൊന്നുമില്ല, എടുത്തല്ല, ഞങ്ങൾ രണ്ടാളും എടുത്തല്ല, എന്ത് ചെയ്യും ഞങ്ങൾ? എന്താണ് ഇതിൽ വേറൊരു പ്രതിവിധി? എന്താണ് ചെയ്യുക? വേറൊരു അമൽ ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് വീട്ടിലിരുന്ന് ചൊല്ലാൻ പറ്റിയ ഒരു ദുആ ഞാൻ പറഞ്ഞു തരാം. ഈ ദുആ ചെയ്താൽ റിസൾട്ട് ഉറപ്പാണ്. ഭർത്താവിൻ്റെ പേര് വെച്ച് ഈ ദുആനും കൂടി ഇൻഷാ അല്ലാഹ് നിങ്ങൾ കൊണ്ടുവരും. ഞാൻ സ്ക്രീനിൽ കൊടുക്കുന്ന ഈ ഒരു ദുആഇനെ ഒരു 313 പ്രാവശ്യം അല്ലെങ്കിൽ 111 പ്രാവശ്യം വെറും 7 ദിവസം നിങ്ങൾ ചെയ്താൽ മതി. ഇത് ചെയ്യുന്നതിന് മുമ്പ് റസൂലുള്ളാഹിന്റെ ഹദ്റത്തിലേക്ക് ഒരു 11 സ്വലാത്ത്, നിങ്ങൾക്കറിയുന്ന സ്വലാത്ത്, ഒരു 11 സ്വലാത്ത് ചൊല്ലുക. എന്നിട്ട് ഒരു 313 പ്രാവശ്യം അല്ലെങ്കിൽ 111 പ്രാവശ്യം. അതാണ് ഈ ദുആഇന്റെ അദദ്. ഈ ദുആ ഞാൻ ഈ സ്ക്രീനിൽ കൊടുക്കാം ഇൻഷാ അല്ലാഹ്. അതുപോലെ ഞാനൊന്ന് ദുആയിരുന്ന് ഇൻഷാ അല്ലാഹ് നിങ്ങളെ കേൾപ്പിക്കുകയും ചെയ്യും. യാ തൂഫുൽ ഖുവത്തിൽ മതീൻ ഇഅ്തിഫ് അലയ്യ ഖൽബ ഫുലാനിൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. ഇത് 313 പ്രാവശ്യം. ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം യാ തൂഫുൽ ഖുവത്തിൽ മതീൻ ഇഅ്തിഫ് അലയ്യ ഖൽബ ഫുലാനിൻ എന്ന ഭാഗമുണ്ടല്ലോ. ഫുലാനിൻ എന്ന ഭാഗത്ത് ആ ഒരു ഫുലാന്റെ പേര്, നിങ്ങളെ ഭർത്താവാണ് നിങ്ങളോട് സ്നേഹമില്ലാത്ത ഭർത്താവിൻ്റെ പേര് മുഹമ്മദ് ആണെങ്കിൽ ഇഅ്തിഫ് അലയ്യ ഖൽബ ഫുലാനിൻ എന്ന ഭാഗത്ത് എന്ത് ചെയ്യുക? ഇഅ്തിഫ് അലയ്യ ഖൽബ മുഹമ്മദിൻ. അല്ലെങ്കിൽ സുലൈമാൻ എന്നാണ് ഭർത്താവിൻ്റെ പേര്, സുലൈമാൻ എന്ത് ചേർക്കുക. അല്ലെങ്കിൽ ലത്തീഫ് എന്നാണ്, ലത്തീഫ് എന്ന് ചേർക്കുക. അല്ലെങ്കിൽ അബൂബക്കറാണ്, അബൂബക്കർ എന്ന് ചേർക്കുക. അല്ലെങ്കിൽ മുഹമ്മദാണ്, എന്ത് നിങ്ങളെ ഭർത്താവിൻ്റെ പേര്. അതുപോലെ ഭാര്യയാണെങ്കിൽ ഫാത്തിമ ആണെങ്കിൽ ഫാത്തിമ. ഇന്ന് ഫുലാൻ എന്ന ഭാഗത്ത് അവിടെ നിങ്ങളെ ഭർത്താവ് അല്ലെങ്കിൽ ഭാര്യ ആരുടെ സ്നേഹമാണ്, മകനാണെങ്കിൽ മകൻ, അവരുടെ സ്നേഹമാണ് വേണമെങ്കിൽ ആ പേരണ്ട് ചേർത്താൽ മതി. എന്നിട്ട് 313 പ്രാവശ്യം ഒരു ദിവസം. അങ്ങനെ 7 ദിവസം, ഒരാഴ്ച നിങ്ങൾ ചെയ്താൽ വിളിക്കാത്ത ഭർത്താവ് വിളിക്കുന്നതായിട്ട് കാണും, സ്നേഹമില്ലാത്ത ഭർത്താവ് സ്നേഹിക്കുന്നതായിട്ട് കാണും.
അത്ഭുതം. നിങ്ങൾ വരെ അന്തം വിട്ടു പോകും. അത്രയും പവറായിട്ടുള്ളൊരു ദ്വാണ് ഈ ഒരു ദ്വാ. രണ്ടും കൂടി ഒരുമിച്ച് ചെയ്യണ്ട. ആദ്യം ഞാൻ ആദ്യം പറഞ്ഞത് ഭർത്താവ് എടുത്തിട്ടുണ്ടെങ്കിൽ അത് ചെയ്യാം. എല്ലാ എങ്കിൽ ഭർത്താവ് എടുത്തില്ല, ഭർത്താവ് വേർപിരിഞ്ഞിരിക്കുകയാണ്, അല്ലെങ്കിൽ ഭർത്താവ് ഗൾഫിലാണ്, അവർക്ക് ഈ പറയുന്ന ദ്വാഇനെ കൊണ്ടുവന്നാൽ സ്നേഹം നിങ്ങൾക്ക് വേണ്ടുപോലെ. ഇനി സ്നേഹത്തിന്റെ കാര്യത്തിൽ നിങ്ങൾ ബേജാറാവില്ല. ഇനി സ്നേഹത്തിന്റെ കാര്യത്തിൽ നിങ്ങൾ ഒരാളെ മുന്നിൽ പോയി പൊട്ടിക്കരയേണ്ട, സങ്കടപ്പെടേണ്ട ഒരു അവസ്ഥ ഉണ്ടാവില്ല, ഒരു സിറ്റുവേഷൻ ഉണ്ടാവില്ല. അതുകൊണ്ട് ആത്മാർത്ഥമായിട്ട് ഇഖ്ലാസോട് കൂടി ചെയ്ത് നോക്കൂ. ഉത്തരം ഉറപ്പാണ്. ഇൻഷാ അല്ലാഹ് അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ, അല്ലാഹു ഖബൂലാക്കുമാറാകട്ടെ. ഭർത്താവിന്റെ സ്നേഹം അല്ലാഹു ഞങ്ങൾക്ക് നൽകണേ റബ്ബേ. ഭാര്യയുടെ സ്നേഹം ഞങ്ങൾക്ക് നൽകണം അല്ലാഹ്. മക്കളുടെ സ്നേഹം ഞങ്ങൾക്ക് നൽകണം അല്ലാഹ്. കുടുംബത്തിൽ അപൂർത്തി നൽകണം അല്ലാഹ്. കുടുംബത്തിൽ ബർക്കത്ത് നൽകണം അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങൾ ഓരോരോ അമലുകളും നീ സ്വീകരിക്കണം റബ്ബേ. ഓരോരോ അമലുകളും നമ്മൾ മജ്‌ലിസിൽ പറയുന്നുണ്ട്. സ്നേഹമില്ലാത്തതിന്റെ പേരിൽ സിഹർ സംബന്ധമായ പ്രയാസങ്ങൾക്ക്, പൈശാചികമായിട്ടുള്ള ഉപദ്രവങ്ങൾ നീങ്ങാൻ, വിവാഹങ്ങൾ അടുത്ത് കിട്ടാൻ, എന്ത് രോഗങ്ങൾ ശിഫയാവാൻ, എന്ത് വിഷയമാണോ നിങ്ങൾ സംശയം ചോദിച്ചോളൂ. അതിന്റെ വീഡിയോ നമ്മൾ ചെയ്യും, അതിന്റെ അമല് നമ്മൾ പറയും. തങ്ങളെ എൻ്റെ ഇന്നാലിന് സ്വർണം കളവ് പോയിട്ടുണ്ട്, അത് കിട്ടാൻ. ഒരു സഹോദരി പറഞ്ഞപ്പോൾ നമ്മൾ അമല് പറഞ്ഞിരുന്നു മജ്‌ലിസിൽ. അത് ചെയ്തുകൊണ്ട് ധാരാളം ആളുകൾക്ക് റിസൾട്ട് കിട്ടി. അങ്ങനെ ഓരോരോ കാര്യങ്ങൾ പറഞ്ഞാൽ ഇൻഷാ അല്ലാഹ് നമ്മൾ പറയും. അള്ളാഹു സ്വീകരിക്കട്ടെ, അള്ളാഹു ഖബൂലാക്കട്ടെ. ഇൻഷാ അല്ലാഹ് ഒരു കാര്യം ഉണർത്താനുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഇൻഷാ അല്ലാഹ് നാളെ 29-ാം രാവിലെ നമ്മുടെ മജ്‌ലിസിൽ തൗബാ മജ്‌ലിസ് ഉണ്ടാകും. രാത്രിയാണ് 9:30-ക്ക് തറാവി നിസ്കാരം കഴിഞ്ഞ് അവസാനത്തെ രാവിലെ ലൈലത്തുൽ ഖദ്റിനെ പ്രതീക്ഷിക്കുന്ന അവസാനത്തെ രാവിൽ ഇരു കരങ്ങൾ അല്ലാഹുവിന്റെ ദർബാറിലേക്ക് ഉയർത്തി പൊട്ടിക്കരഞ്ഞു അല്ലാഹു സ്വീകരിക്കട്ടെ, അല്ലാഹു ഖബൂലാക്കട്ടെ. ഇനി നമുക്ക് ഈ 29-ാം രാവല്ലാതെ ഈ പരിശുദ്ധമാക്കപ്പെട്ട റമളാനിൽ നമുക്ക് കൈയുയർത്താൻ സമയമില്ല. അടുത്ത കൊല്ലം വരട്ടെ, അടുത്ത കൊല്ലം ഞാനും നിങ്ങളുണ്ടാവും. അതുകൊണ്ട് എല്ലാവരും പങ്കെടുക്കും. അല്ലാഹു സ്വീകരിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.